കന്യാസ്ത്രീകളുടെ അറസ്റ്റ് പാർലമെന്റ് ഇരുസഭകളിലും പ്രതിപക്ഷം ഉന്നയിക്കുകയാണ്. പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം ഇരുസഭകളിലും ഉന്നയിച്ചു. എനിക്ക് തോന്നുന്നു പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ലോക്സഭയും 12 മണി വരെ പിരിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിശക്തമായ പ്രതിഷേധം ഈ വിഷയത്തിൽ പ്രതിപക്ഷം ഉന്നയിക്കുകയാണ്. മാത്രമല്ല ശൂന്യവേളയിൽ ഈ വിഷയം ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് തീരുമാനമുണ്ട്. കെ സുധാകരൻ എം പി ശൂന്യവേളയിൽ ഈ വിഷയം ഉന്നയിക്കും. എന്തായാലും ഉണ്ടാകുന്ന വലിയ ഞെട്ടലാണ്. ജനാധിപത്യ രാജ്യത്ത് സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് ഉണ്ടായതെന്ന് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീ സിസ്റ്റർ പ്രീതി മേരിയുടെ കുടുംബം പറയുന്നു. 30 വർഷമായി മിഷണറി പ്രവർത്തനം നടത്തുന്ന സിസ്റ്ററിന് നേരിട്ട് ആദ്യ അനുഭവത്തിൽ വേദനയുണ്ട്. രാജ്യത്തിന്റെ സമീപനത്തിൽ ഉത്കണ്ഠയുണ്ട്. നീതി കിട്ടണമെന്നും സിസ്റ്റർ പ്രീതി മേരിയുടെ കുടുംബം പറയുകയാണ്. നമ്മൾ പുറമേന്ന് ഈ നോർത്ത് ഇന്ത്യൻസിൽ ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് അത്രയും ഭീകരത മനസ്സിലാകരുത്. പക്ഷെ നമ്മുടെ സ്വന്തത്തിൽ ഒരാൾക്ക് വന്നപ്പോഴാണ് ഇത്രയും ഭീകരമാണ് അവിടുത്തെ അവസ്ഥ എന്ന് മനസ്സിലാക്കുന്നത്. അവർ കറക്റ്റായിട്ട് ആ കുട്ടികളുടെ പ്രൂഫ് അവർ പേരൻസിനെ വിളിച്ചു എന്ന് പറഞ്ഞു, അവരുടെ പെർമിഷനോടെ പോയെന്ന് പറഞ്ഞു. എന്നിട്ടും അത് കേസെടുത്തു. അതെന്തുകൊണ്ട്? നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. അവർ നേരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുക ചെയ്തത്. അതൊന്നും ഒരിക്കലും സംഭവിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതിനെതിരെ നമുക്ക് ശക്തമായിട്ട് പോരാടുക തന്നെ ചെയ്യണം. ഞങ്ങളുടെ ചേച്ചിക്ക് എന്തായാലും നീതി കിട്ടുക തന്നെ വേണം. അജീഷ് ദർഗിൽ തുടരുന്നുണ്ട്. അജീഷ്, ആ കുടുംബം വലിയ ഷോക്കിലും വലിയ ഞെട്ടലുമാണ്. എനിക്ക് തോന്നുന്നു അവർ നേരിടുന്ന ആദ്യ അനുഭവമാവുന്നതിന് ഷോക്ക് കൂടിയാവണം അത്. ഈ പറയുന്ന ദീപിക മുഖപത്രത്തിൽ അതല്ല, ഈ പറയുന്ന പോയ കുറേ വർഷങ്ങളിൽ എത്രത്തോളം ഭീകരമായ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് എന്ന കാര്യം കണക്ക് സഹിതം പറയുന്നുമുണ്ട്. പോട്ടെ അജീഷ്, ഇവിടെ ഈ കൂടെയുള്ള കുട്ടികൾ 18 വയസ്സ് കഴിഞ്ഞവരാണ് എന്ന കാര്യം മുഖവിലക്കെടുക്കുന്നില്ല. മാതാപിതാക്കളുടെ സമ്മതപത്രം മുഖവിലക്കെടുക്കുന്നില്ല. ഇവർ ജോലിക്ക് പോവാണ് എന്ന് പറയുന്ന വാദം മുഖവിലക്കെടുക്കുന്നില്ല. ജോലിക്ക് പോയ ചെയ്ത ജോലിക്ക് ശമ്പളം കൊടുക്കണമല്ലോ. അങ്ങനെ എന്തോ ആരോ പറഞ്ഞതിൻ്റെ പേരിൽ അതും പിടിച്ചു വെച്ച് അത് പോലീസ് ചുമത്തൽ. ഇതൊക്കെ ബജറംഗ് ദളിന്റെ നമുക്കറിയാം അവർ ഏത് രീതിയിൽ ചിന്തിക്കുമെന്നും എന്താണ് ആരോപണമെന്നും. അത് അതേപടി FIR-ലേക്കൊക്കെ എഴുതി വെക്കുക എന്ന് പറഞ്ഞാൽ ആ പോലീസ് സ്റ്റേഷനിൽ ഉള്ളത് ബജറംഗ് ദൾ SIയും ബജറംഗ് ദൾ SHO ഒക്കെ ആണോ അജീഷ്? സമാനമായിട്ട് ഈ ഛത്തീസ്ഗഡിൽ തന്നെ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അത് ഈ ബജ്രംഗ് ദളിന്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് അത്തരത്തിൽ പ്രകോപനപരമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുള്ളത്. കാരണം ഈ ഇവിടുത്തെ സിസ്റ്റം മുഴുവനും അവർക്കൊപ്പമാണ്, അല്ലെങ്കിൽ ലോക്കൽ മീഡിയ അടക്കം അവർക്കൊപ്പമാണ് എന്നാണ് ഈ വികാരിമാരടക്കം പറയുന്നത്. കാരണം ഇത്തരത്തിലുള്ള ഒരു സംഭവം ചെറിയ രീതിയിൽ ഏതെങ്കിലും കുട്ടികളുടെ ഏതെങ്കിലും പ്രാർത്ഥനയ്ക്കായി ഏതെങ്കിലും വീടുകളിൽ പോയാൽ പോലും അവിടെ അക്രമം ഉണ്ടാവുന്നു, അവരെ വീട്ടിനകത്ത് കയറി ആക്രമിക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനത്തെ നിരവധി സംഭവങ്ങൾ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഈ ഗ്രാമങ്ങളിലേക്കടക്കം ഈ പോകുമ്പോൾ ചില ഈ പ്രതിനിധികളടക്കം പോകുമ്പോൾ അവർ വളരെയധികം പേടിച്ചിട്ടാണ് ഇത്തരത്തിൽ വീടുകളിൽ പോലും പോകുന്നത്. സ്വാഭാവികമായിട്ടും ഇത്രയും വലിയൊരു ആൾക്കൂട്ടം 2 കന്യാസ്ത്രീമാരെ തടഞ്ഞു നിർത്തി പോലീസ് സ്റ്റേഷനിലകത്ത് വെച്ച് ഈ രീതിയിൽ പെരുമാറുമ്പോൾ പോലീസും അവരോടൊപ്പമാണ് എന്ന് നമുക്ക് വിശ്വസിക്കേണ്ടി വരും. അതുകൊണ്ടാണ് അവർ അതിന് മുന്നിൽ വെച്ച് അവരുടെ സാന്നിധ്യത്തിൽ ഭീഷണിപ്പെടുത്തിയിട്ടും ഒരു പോലീസുകാരൻ പോലും ഇടപെടാത്തത്. മാത്രമല്ല ഈ 3 പെൺകുട്ടികളെ അവർ മാറി മാറി ഭീഷണിപ്പെടുത്തിയിരുന്നു. ഈ കന്യാസ്ത്രീമാരോടൊപ്പം ആ സമയത്ത് സ്റ്റേഷനിൽ വന്ന മറ്റ് ആളുകൾ ദൃക്സാക്ഷികൾ പറഞ്ഞത് അവരെ 3 പേരെയും മാറി മാറി ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു. അതിൽ ഒരു പെൺകുട്ടി അവസാനം ഗതിയില്ലാതെ പറഞ്ഞത് അത് പക്ഷേ അത് വളച്ചൊടിച്ചെടുത്ത രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഞാൻ പണം തരാമെന്ന് പറഞ്ഞു, ജോലി നൽകാം, പണം തരാമെന്ന് പറഞ്ഞതിന് ശേഷമാണ് താൻ വന്നത് എന്നാണ് പറഞ്ഞത്. എന്തായാലും ഇവർ ഇത്തരത്തിൽ ഈ ജോലിക്ക് പണം കൊടുക്കണ്ടേ? ചെയ്ത ജോലിക്ക് അടിമപ്പണിയൊന്നുമല്ലല്ലോ അജീഷ്. ഇത് ചെയ്ത ജോലിക്ക് പണം കൊടുക്കുന്ന രീതിയിൽ തന്നെയാണല്ലോ അവരെ ജോലിക്കായി ഒരിടത്തോട് നിയമിക്കുന്നത്. അങ്ങേരം ദരിദ്ര സാഹചര്യമുള്ളവരാവണം. അവരാദ്യമായി ജോലിക്ക് വേണ്ടി പുറത്തേക്ക് വരുന്നു. അപ്പോൾ അവർ നടന്ന സ്ഥാപനത്തിൽ ജോലി കൊടുക്കുന്നു, ശമ്പളം കൊടുക്കുന്നു. അതിലെന്താണ് ബജറംഗ് ദളിന്റെ പ്രശ്നം? കാശ്മീർ അത് സാമാന്യ ബുദ്ധിയുള്ളവർ നമ്മൾ ചിന്തിക്കുമ്പോൾ അത് ശരിയാണ്. പക്ഷേ ഈ ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ രീതി വേറെയാണ്. അവർ ഈ കന്യാസ്ത്രീ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സഭകളെല്ലാം തന്നെ മതപരിവർത്തനം നടത്താൻ വേണ്ടിയാണ് ഇവിടെ പ്രവർത്തിക്കുന്ന രീതിയിലാണ് അവരുടെ പ്രവർത്തനം, അവരുടെ ഭീഷണി അടക്കം. കാരണം അവർ എവിടെ ഏതെങ്കിലും വീടുകളിൽ പ്രാർത്ഥനയ്ക്കായിട്ട് ചെന്നാൽ പോലും അത് മതപരിവർത്തനമാണെന്ന് ആരോപിച്ചാണ് ആക്രമണം നടത്തുന്നത്. അതുകൊണ്ട് ഈ പല സ്ഥലങ്ങളിലും ഇവർ പേടിച്ചിട്ടാണ് ചില വീടുകളിൽ അവരുടെ സമ്മതപ്രകാരമായിരിക്കും പ്രാർത്ഥനയ്ക്കായിട്ട് ചെല്ലുന്നത്. പക്ഷേ അത് ഭീഷണി കാരണം പല സ്ഥലങ്ങളിൽ ഇപ്പോൾ അങ്ങനെ പോകാറില്ല. അഥവാ പോയാൽ തന്നെ അവർ സംഘടിതമായിട്ട് ഇവരെ ഇല്ലാത്ത സ്ഥലം, അവരുടെ സാന്നിധ്യം കുറവുള്ള സ്ഥലമാണെങ്കിൽ മാത്രമേ പോകുന്നുള്ളൂ എന്നാണ് ഈ നമ്മളിപ്പോൾ സംസാരിച്ച വികാരി പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഈ ദുർഗ് പോലുള്ള ഒരു സ്ഥലത്ത് അത് ഈ ബജ്രംഗ് ദളിന്റെ ഒരു ശക്തി കേന്ദ്രം കൂടിയാണ്. അവർക്ക് ഒരുപാട് പ്രവർത്തകർ അവിടെ ഉണ്ട്. പോലീസ് സ്റ്റേഷനിൽ കയറി അതാണ് അവസ്ഥ. ഈ ദൃശ്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നതാണ്. ആൾക്കൂട്ട വിചാരണ ടൈപ്പ് ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നതാണ്. അതിലുള്ള രോഷം അങ്ങനെ വ്യക്തമാക്കുന്ന സഭാ മുഖപത്രത്തിന്റെ മുഖപ്രസംഗത്തിൽ ആ രോഷം നമ്മൾ കണ്ടതുകൊണ്ട്. പക്ഷേ അപ്പോഴും സഭാ നേതൃത്വത്തിന്റെ, ഇപ്പോൾ യുഹാനന്മാർ മിൽത്തോസ്തരെ പോലുള്ളവരെ മാറ്റി നിർത്തിയാൽ സഭാ നേതൃത്വത്തിന്റെ കാര്യമായ
ഒരു പരസ്യ പ്രചരണം വന്നിട്ടില്ല. മന്ത്രി വി ശിവൻകുട്ടി പറയുന്നു അരമനയിലിരുന്ന് പ്രവർത്തിച്ചാൽ പരിഹാരമാവില്ല. തിരുമേനിമാർക്ക് പരാതി പറയാനുള്ള ധൈര്യം പോലും ഇല്ലല്ലോ എന്ന് ചോദിക്കണം മന്ത്രി വി ശിവൻകുട്ടി. അത് പറയാനുള്ള ധൈര്യം മന്ത്രി വി ശിവൻകുട്ടിയുള്ളൂ, വേറെ കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.